പ്രധാനപ്പെട്ട ചില ഓർഗൻ കണക്ഷൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ നല്ലൊരു ഇമ്മ്യൂണിറ്റിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വയറിന്റെ സ്ഥിതി ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു പക്ഷേ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇന്ന് മടി കാണിക്കുന്നുണ്ടാവും. നറിഷ് യുവർ ബോഡി ആൻഡ് മൈക്രോബയോം. നറിഷ് യുവർ ബോഡി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗട്ട് മാത്രമല്ല, ഇതാണ് ശരിക്കും നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗട്ട് ഹെൽത്തിൽ വരുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് നോക്കുകയാണെങ്കിൽ 5R അപ്രോച്ചസ് എന്നാണ് പറയുന്നത്. ഇത് ഒരു ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ചിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ വയറിന്റെ ആരോഗ്യം ഏറ്റവും ബെറ്റർ ആകാൻ പറ്റുക. ദോഷങ്ങളെ പറ്റി മനസ്സിലാക്കി എല്ലാം ഒഴിവാക്കണമെന്നല്ല. ഏത് ഭക്ഷണമായാലും, ഈവൻ നമ്മൾ ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതായാലും പോലും അതിനും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ കൺട്രോൾ ഉണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി അല്ലേ, നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ് കുടൽ. സെക്കൻഡ് ബ്രെയിനിന് ഫസ്റ്റ് ബ്രെയിനുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബ്രെയിനിന്റെ കുറെ ആക്ടിവിറ്റീസിൽ അതിനെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. ഇൻക്ലൂഡിങ് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ പോലും ഇപ്പോൾ പരീക്ഷ സമയമാണ്, അപ്പൊ പരീക്ഷ പേടിയെ പറ്റിയൊക്കെ പല ആൾക്കാരും സംസാരിക്കാറുണ്ട്, പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റും കൗൺസിലിംഗ് വിഭാഗവും ഒക്കെ സ്കൂളിൽ. അപ്പൊ അവരുടെയൊക്കെ ഭക്ഷണമായിട്ട് അവരുടെ അന്നത്തെ സൈക്കോളജിക്ക് അല്ലെങ്കിൽ അന്ന് അവരുടെ മാനസിക വ്യാപാരങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മുടെ ഫർദർ ആക്ഷൻ, കുട്ടികളുടെ ആയാലും പാരന്റ്സിന്റെ ആയാലും. ഓക്കെ, ഇന്ന് നമുക്ക് അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോകാം, ഒപ്പം എങ്ങനെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാമെന്നും. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ലൈഡാണ്. ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു പോവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എങ്ങനെയാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്നത്, ഗട്ട് ആൻഡ് ബ്ലഡ് സ്ട്രീം എങ്ങനെയാണ്, 3 തരത്തിലുള്ള ബ്രെയിൻ ഉണ്ടെന്ന് കണ്ടു, ഇമോഷൻസ് ആൻഡ് ഗട്ടിനെ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്നുള്ളത് കണ്ടു. അതിനിടയിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കി. ഒപ്പം നെർവസ് സിസ്റ്റം നമ്മുടെ 2 പ്രധാനപ്പെട്ട വ്യവസ്ഥ വഴി റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റും അതുപോലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റും ആ ഒരു റെസ്പോൺസ് വഴി നമ്മളെ എങ്ങനെയാണ് ഓരോ സ്ട്രെസ്സേഴ്സിനെയും കാണുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടു. അതിനു വേണ്ടിയിട്ട് വാഗസ് നെർവ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കണ്ടു. എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കുടലിനകത്തുള്ള ഒരു കംപ്ലീറ്റ് ന്യൂറോ പാത്വേ അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ ഒരു കളക്ഷനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു, കുറച്ചൊക്കെ മനസ്സിലാക്കി. അതിൽ തന്നെ അറൌണ്ട് 100 ട്രില്യൺ ന്യൂറോൺസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എങ്ങനെയാണ് നമ്മളെ ടോട്ടൽ മൂവ്മെന്റിനെ അതുപോലെ തന്നെ ആരോഗ്യത്തിനൊക്കെ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗട്ട് ബ്രെയിൻ ആക്സിസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോണിനെ പറ്റി മനസ്സിലാക്കി. ഗട്ട് ആൻഡ് സ്ലീപ്പ്, ചില പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സുമായിട്ട് എങ്ങനെ അത് കണക്ട് ആവുന്നു, ഗട്ട് ആൻഡ് ഫുഡ്, അതുപോലെ തന്നെ ഗട്ട് ആൻഡ് സ്ട്രെസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഫിസിക്കൽ എക്സസൈസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ, കുടലിന്റെ ആരോഗ്യത്തിന് എന്ത് വേണമെന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം മനസ്സിലാക്കാം, അടുത്ത ആഴ്ച. എഗെയിൻ വൈ കുടലിന്റെ ആരോഗ്യം ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ട് എന്ന് പണ്ട് തന്നെ, എത്രയോ കൊല്ലം മുമ്പ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുണ്ട്, ഓൾ ഡിസീസസ് ബിഗിൻസ് ഇൻ ദ ഗട്ട്. ആക്ച്വൽ ഓൾ ഡിസീസസ് അവിടുന്നാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്നാണ് അതിന്റെ തുടക്കമെങ്കിൽ, എല്ലാ രോഗങ്ങളുടെയും നിവാരണവും അവിടുന്ന് തുടങ്ങണ്ടേ? അല്ലെങ്കിൽ എല്ലാ ഓർഗൻ സിസ്റ്റത്തിന്റെയും അവയവ വ്യവസ്ഥയുടെയും ആരോഗ്യം തുടങ്ങേണ്ടതും ഇതേ ഗട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ലേ? ഹെൽത്തി ഗട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രധാനപ്പെട്ട ചില ഓർഗൻ കണക്ഷൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിക്കാം. ഗട്ട് ആൻഡ് ബ്രെയിൻ, അതാണ് പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയത്. പക്ഷെ ഇതുകൊണ്ട് തീരുന്നില്ല. ഗട്ട് ആൻഡ് ബ്രെയിൻ കൂടാതെ തന്നെ നമ്മുടെ മറ്റു പല അവയവ വ്യവസ്ഥകളെയും അത് സ്വാധീനിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് ഇമ്മ്യൂണിറ്റി ആയിരിക്കും. ലാമിന പ്രോപ്രിയ എന്ന് പറയുന്ന നമ്മുടെ ഗട്ടിന്റെ ലെയർ, ഏറ്റവും താഴത്തെ ലെയർ, ഒരു കുടലിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് പല ലെയേഴ്സും ഉണ്ട്. അതിൽ ഏറ്റവും താഴത്തെ ലെയർ ആണ് ലാമിന പ്രോപ്രിയ എന്ന് പറയുന്നത്. ഈ ഒരു ലെയറിൽ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവുന്നത്. ഓക്കെ,
അത് ഈവൻ തൈറോയിഡിന്റെ റിലേറ്റഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ ആയിക്കോട്ടെ, അവസ്ഥകളിലൊക്കെ ഇതാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഒന്ന് മെറ്റബോളിസം ആയിട്ട്, നമ്മുടെ മെറ്റബോളിക് ഫംഗ്ഷനുമായിട്ട് ജനറലി, മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയിഡ് തുടങ്ങിയിട്ട് കുറെ ഗ്ലാൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ആഹാരം എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, ആ ഡൈജസ്റ്റ് ചെയ്ത ആഹാരം എങ്ങനെ നമ്മളത് ഒന്നുകിൽ സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പല അവയവങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അതും അല്ലെങ്കിൽ എനർജി യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിലൊക്കെ കൂടിയിട്ട് തീർച്ചയായിട്ടും വയറിനാണല്ലോ സ്വാധീനം വരിക, അല്ലെ? പിന്നെ ഒന്ന് തൈറോയിഡ്. തൈറോയിഡ് ഒരു ഗ്ലാൻഡ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ഹോർമോൺസ് പറയുകയാണെങ്കിൽ T3 T4 ആണ്. ഈ T3 T4ന്റെ ഹോർമോൺസ് തീർച്ചയായിട്ടും അതിന്റെ ഫ്രീ T3 T4 കൺവേർഷനിലേക്ക്, മീൻസ് നമ്മുടെ ആക്റ്റീവ് ഫോമിലേക്ക്, ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഗട്ടിന് വലിയ എഫക്റ്റ് ഉണ്ട്. ഓക്കെ. സ്കിൻ, വയറിനകത്ത് ഒരുപാട് ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഒരു വലിയ കോളനി തന്നെയുണ്ട്, മൈക്രോ ഓർഗാനിസംസ്. ഈ മൈക്രോബയോം അവിടെ വയറിനകത്ത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും പോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്കിന്നായിരിക്കും. കാരണം സ്കിൻ ഡിസീസസ് ഇൻക്ലൂഡിങ് ചില ആക്നെ, മുഖക്കുരു പോലുള്ള ചില കാര്യങ്ങൾ പോലും പലപ്പോഴും നമ്മുടെ വയറിന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഹോർമോൺ റിയാക്ഷൻ മാത്രമായിട്ട് അതിനെ കാണരുത്, അല്ലെങ്കിൽ പൊടി വരുന്നതുകൊണ്ട് മാത്രമായിട്ട് അതിനെ കാണരുത്. ചിലപ്പോഴൊക്കെ അത് നമ്മുടെ വയറിനകത്ത് ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടും ആവാം. അതുപോലെ തന്നെ ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കണക്ഷൻസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി റിസർച്ചും ഒത്തിരി വർഷങ്ങളോളം പഠിച്ചിട്ടും അതിനുശേഷമാണ് ഇതിന്റെ പല എഫക്റ്റും പറയുന്നത്. അപ്പൊ ഹേർട്ടുമായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? COPD പോലുള്ള, ഈവൻ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിക്കാം. ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് COPD പോലെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. ഇതിലൊക്കെ ഡയറക്റ്റ് കണക്ഷൻസ് ഈ ഒരു വയറിന്റെ ആരോഗ്യത്തിനുണ്ട്. ലിവർ സീറോസിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുടലിന്റെ ആരോഗ്യം ശരിയല്ല എന്നുള്ളതായിരിക്കാം. ജസ്റ്റ് ആൽക്കഹോൾ എന്നുള്ളതിലേക്ക് മാത്രം അല്ലാതെ ഈ നോൺ ആൽക്കഹോളിക് സീറോസിസിലൊക്കെ സംഭവിക്കുന്നത് ഒരുപക്ഷെ കുടലിന്റെ ആരോഗ്യം മുതൽ നമ്മൾ റിപ്പയറിങ് തുടങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഫാറ്റി ലിവറിനെ പറ്റി കഴിഞ്ഞ ദിവസം എടുത്ത സമയത്തും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. കിഡ്നി പ്രോബ്ലംസ്, ക്രോണിക് കിഡ്നി പ്രോബ്ലംസ് ഒക്കെ പലപ്പോഴും ഈ വയറിനകത്തുള്ള പല വ്യവസ്ഥകളുടെയും ശരിയില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. ബോൺ ഹെൽത്ത്, ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇതുപോലുള്ള കണ്ടീഷൻസിൽ പലപ്പോഴും നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷനും അല്ലെങ്കിൽ അസിമിലേഷനും ഒക്കെ ശരിയാവാത്തതാണെങ്കിൽ അവിടെ വരുന്ന ഒരു പ്രശ്നം, ഈവൻ വൈറ്റമിൻ K പോലെയുള്ള അതിന്റെ സ്വാധീനം കൊണ്ട് വരുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഹോർമോൺസ്, നമ്മുടെ കുടലിലെ പല ബാക്ടീരിയകളും സീനോ ഈസ്ട്രജൻ പോലെയുള്ള സീനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XCNO, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഹോർമോൺ അല്ല, പക്ഷെ അതിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ചില കെമിക്കൽ കോമ്പോസിഷൻ ആണ്. അപ്പൊ അതിനെ മെറ്റബോളൈസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മുടെ മൈക്രോബയോം. അപ്പൊ അവിടെ ഈസ്ട്രജൻ ഇംബാലൻസ് വരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് തുടങ്ങുന്നത് ജസ്റ്റ് ഓവറിലോ യൂട്രസിലോ മാത്രമായിട്ട് കണക്കാക്കേണ്ട, അത് ഈവൻ നമ്മുടെ വയറിൽ നിന്ന് പോലും ആവാം. അതുപോലെ മറ്റു പല ഹോർമോണും ഓൾറെഡി ഉണ്ട്, ഇൻസുലിനോ അല്ലെങ്കിൽ മറ്റു പല ഹോർമോണുകളുടെ വ്യവസ്ഥയും നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഓൾറെഡി അറിയാം. പക്ഷെ ഇത്രമാത്രം സ്ട്രക്ചേർഡ് ആയിട്ട് പല ഓർഗൻസിനെ, പല അവയവങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ള നമ്മുടെ കുടൽ, അത് ജസ്റ്റ് ആ ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ എന്നുള്ളതിൽ കവിഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ആരോഗ്യം നോക്കണ്ടേ? ഇനി അതാണ് ചോദ്യം. അപ്പൊ നോക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും? ഇവിടെ ഞാൻ ജസ്റ്റ് ആ മൈക്രോബയോമിന്റെ ഫങ്ഷൻസ്, പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ എന്താണെന്ന് എടുത്തു പറയാം. ഇപ്പൊ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയറിനകത്ത് നമ്മൾ കഴിച്ചിട്ട് ഇനി ദഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ന്യൂട്രീഷണൽ അബ്സോർപ്ഷൻ പറ്റാത്ത പല സാധനങ്ങളും ഉണ്ടെങ്കിൽ അതിനെ ഫെർമെന്റ് ചെയ്ത് നമ്മുടെ ഒന്നുകിൽ യൂസ്ഫുൾ ആക്കി മാറ്റുന്നത് എങ്ങനെയാ? SCFA, ഫാറ്റി ആസിഡ്സ്, സ്മോൾ ചെയിൻ ഫാറ്റി ആസിഡ്സ് വഴിയാണ്. ഈ ഫാറ്റി ആസിഡ്സ് ബ്യൂട്ടറേറ്റും അസറ്റേറ്റും ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കുടലിന്റെ ആരോഗ്യത്തിന് തന്നെ സപ്പോർട്ട് ചെയ്യും, അതല്ലെങ്കിൽ ലിവറിന്റെ ആരോഗ്യത്തിന് സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ പല, ഈവൻ നമ്മുടെ മസ്കുലാർ ഫോർമേഷന് പോലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല സ്മോൾ ചെയിൻ ഫാറ്റി ആസിഡ്സും SCFAസും അവരുണ്ടാക്കുന്നുണ്ട്.
ആര്? നമ്മുടെ ഫ്രണ്ട്ലി ബാക്ടീരിയ. അപ്പൊ ഫെർമെന്റേഷൻ, ഈവൻ സെല്ലുലോസ് ഫെർമെന്റ് ചെയ്യുന്നത്, അത് പ്ലാന്റ് സെല്ലുലോസ് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ദഹിക്കാത്ത സാധനമാണ്. അതുപോലെ തന്നെ ചില ഫൈബർ നമ്മുടെ ശരീരത്തിൽ ഓൺലി ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്സിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതും അതിനുശേഷം എന്ത് ചെയ്യണം? അതൊന്നുകിൽ ഫെർമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം, അല്ലെ, എക്സ്ക്രീറ്റ് ആവണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രധാനമായിട്ട് നമ്മുടെ മൈക്രോബയോം ഹെൽപ്പ് ചെയ്യും. പലതരത്തിലുള്ള ഒരു ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതിന്റെ ഒക്കെ ഒരു കോളനി. ഓക്കെ. സപ്പോർട്ട്സ് മെന്റൽ ഹെൽത്ത്. ഓൾറെഡി അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇമ്മ്യൂൺ സിസ്റ്റം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ പറ്റി ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് നടന്നില്ലെങ്കിൽ അവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ഓക്കെ. അപ്പൊ നല്ലൊരു ഇമ്മ്യൂണിറ്റിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വയറിന്റെ സ്ഥിതി ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഒരു ഫാക്ടർ ആയിരിക്കാം പലപ്പോഴും നമ്മുടെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഈവൻ ആയുർവേദത്തിൽ പ്രധാനമായിട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊസീജിയേഴ്സിൽ തുടക്കം തന്നെ, അല്ലെ? സീനോബയോട്ടിക് മെറ്റബോളിസം. ഞാനിപ്പോ പറഞ്ഞ പല കെമിക്കൽസും ആ കെമിക്കൽസിനെ മെറ്റബോളൈസ് ചെയ്യാൻ കഴിവുള്ള ഒത്തിരി ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിലുണ്ട്. 30ഓളം പ്രധാനപ്പെട്ട കെമിക്കൽസ് ആണ് ഇത് റിമൂവ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന് മാത്രമല്ല ഈ ടോക്സിൻ റിമൂവൽ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള കെമിക്കൽസിന്റെ റിമൂവൽ ഫംഗ്ഷൻ വരുന്നത്, ഈവൻ നമ്മുടെ ഗട്ട് മൈക്രോബയോം കൂടി അത് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സിന്തസിസ്. പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബി കോംപ്ലക്സ് തന്നെ B1, B12 അല്ലെങ്കിൽ ഈ ഓൾമോസ്റ്റ് 7 തരത്തിലുള്ള വൈറ്റമിൻ ബി തന്നെ നമ്മുടെ ഗട്ട് മൈക്രോബയോമിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ വൈറ്റമിൻ B12 ഒക്കെ ഇപ്പം വളരെ കൂടുതലായിട്ട് ഡെഫിഷ്യൻസി കാണാറുണ്ട്. പല ക്ലയൻസിനോടും പറയുന്ന സമയത്ത് അവര് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ വയറും തീർച്ചയായും ഒട്ടും ശരിയല്ലാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ ബി മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട്. അതുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിൽ വൈറ്റമിൻ B12 പോലും ഇപ്പൊ കുറവായിട്ടെന്ന് കാണാൻ പറ്റും. ഇതിന് ഫങ്ഷൻസ് എന്തൊക്കെയാ? നമ്മുടെ എനർജി, മെറ്റബോളിസം ഇതുപോലെയുള്ളത് കൂടാതെ ഇൻക്ലൂഡിങ് ന്യൂറോ പാത്വേ പോലും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ബി ആവശ്യമുണ്ട്. വൈറ്റമിൻ കെ മൈക്രോബയോം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൈറ്റമിൻ ആണ്. ഈ വൈറ്റമിൻ കെ എന്താണ് ചെയ്യുന്നത് ശരീരത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം അബ്സോർപ്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി വേണം, ശരിയാണ്. പക്ഷെ ഈ അബ്സോർബ് ചെയ്ത വൈറ്റമിനെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്ത കാൽസ്യത്തിനെ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് കൊണ്ടുപോയി വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരുപക്ഷെ വൈറ്റമിൻ K2 ആണ്. അപ്പോൾ K2 കുറയുന്ന സമയത്ത് ഓസ്റ്റിയോപോറോസിസ്, ബോൺസിന്, എല്ലുകൾക്ക് ഹോൾസ് വരുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളോ അല്ലെങ്കിൽ ആ ഒരു തേനീച്ചയുടെ കൂട് പോലെ ഇങ്ങനെ വല പോലെ വരുന്നത് ഒരവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് പാത്തോജനിക് കോളനൈസേഷൻ. പാത്തോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശരിയാണ്, നമ്മുടെ ശരീരത്തിൽ പല ബാക്ടീരിയകളും ഉണ്ട്. ഈ ബാക്ടീരിയകളിൽ ചിലവ തീർച്ചയായിട്ടും നമ്മുടെ മോശം ബാക്ടീരിയ എന്ന് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ജീവികളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ മോശമായിട്ടുള്ള ബാക്ടീരിയകൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു കോളനി ഉണ്ടാക്കിയിട്ട് അവിടെ വളരെ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല ബാക്ടീരിയക്ക് അവിടേക്ക് പ്രവേശനം കുറയും. ഓട്ടോമാറ്റിക്കലി അതൊരു പാത്തോജൻ, മീൻസ് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവ കാരണമാവും. ഓൾറെഡി നമ്മുടെ വയറിനകത്തുള്ള പല സാധനങ്ങളും ഓൾമോസ്റ്റ് നമ്മുടെ അന്ന് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു 85% നല്ല ബാക്ടീരിയയും 15% മോശം ബാക്ടീരിയ ആണെങ്കിൽ ഈ മോശം ബാക്ടീരിയയുടെ കോളനി കൂടുതലാവുന്ന സമയത്ത് അത് നമ്മുടെ രോഗാവസ്ഥയ്ക്ക് ആക്കം കൂട്ടും, അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറും. ഓക്കെ. ഈവൻ ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടെ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള ജലദോഷം, പനി അല്ലെങ്കിൽ ചുമയൊക്കെ പെട്ടെന്ന് വരുന്ന ആൾക്കാരുടെ വയറുമായിട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രായമുള്ളവരുടെ ഈ എല്ല് സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ളവരുടെ വയറുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ പല സ്ഥലത്തും കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും തന്നെ ഈവൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ അറിയാവുന്ന കുറെ കാര്യങ്ങളിൽ പെടുന്നു. സോ എങ്ങനെയാണ് ഇതിനൊരു കോംപ്രമൈസ് വരുന്നത്? നമ്മളെ ഗട്ട് ഹെൽത്ത് എപ്പോഴാണ് കോംപ്രമൈസ് ആവുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ആൽക്കഹോൾ ഒരു പ്രധാനപ്പെട്ട കാരണമാവാം, റിഫൈൻ ഷുഗർ ഒരു പ്രധാനപ്പെട്ട കാരണമാവാം. ഈ റിഫൈൻ ഷുഗറും ആൽക്കഹോളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0 കലോറി ഫുഡിൽ പെടുന്നതാണെന്ന് പറയാറുണ്ട്. 0 കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസബിൾ എനർജിയുടെ ഫോം കുറവാണ് അതില്. ഷുഗർ എങ്ങനെയാണോ? തീർച്ചയായിട്ടും ഹൈ ക്വാണ്ടിറ്റിയിൽ നമ്മൾ
റിഫൈൻഡ് ഷുഗർ കഴിക്കുന്ന സമയത്ത് ഇതേ അവസ്ഥയാണ് ഉണ്ടാവുന്നത്. കുറച്ച് നമ്മൾ യൂസ് ചെയ്യും, ബാക്കിയുള്ളത് അൺയൂസബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പോകും. കഫേന്റെ അളവ് കൂടുന്നത്, കുറച്ച് കഫേൻ ആണെങ്കിൽ അത് എനർജൈസർ ആണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേ സമയത്ത് അതിന്റെ മോഡറേഷൻ അല്ലാതെ വളരെ ഹൈ ക്വാണ്ടിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓയിൽസ് ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റ്, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, ഡയറി പ്രൊഡക്ട്സ് ഒക്കെ. യെസ്, ചില ആൾക്കാരിൽ ഈ ഗട്ട് മൈക്രോബയോമിന്റെ ആ ഒരു ബാലൻസ് തെറ്റിക്കാൻ പാലും പാലുൽപ്പന്നങ്ങളും വലിയ ഒരു കാരണമാവാറുണ്ട്. എല്ലാ പാലുൽപ്പന്നങ്ങളും അതിൽ പെടുന്നില്ല, പ്രത്യേകിച്ചും നെയ്യും മോരും ഒക്കെ അതിനകത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം. ബട്ട് ആസ് എ ഹോൾ നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ ഡയറി പ്രൊഡക്ട്സും അതിൽ വരുന്നു. മീറ്റ് പ്രൊഡക്ട്സ്, പലപ്പോഴും മീറ്റ് പ്രൊഡക്ട്സിന് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു മൈക്രോബയോമിനെ അതുപോലെ തന്നെ കുടലിന്റെ ആരോഗ്യത്തിനെ മൊത്തത്തിലൊന്ന് ബുദ്ധിമുട്ടാക്കാൻ കഴിവുണ്ട്. അത് മീറ്റിന്റെ മാത്രം കഴിവല്ല, നമ്മളത് കുക്ക് ചെയ്യുന്ന മെത്തേഡും ഒക്കെ അതിനകത്ത് പ്രശ്നക്കാരനാണ്. അതുപോലെ തന്നെ പുവർ സ്ലീപ്പ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. പുവർ സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാഡിയൻ റിതം തെറ്റുന്നത്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഈവൻ മറ്റു പല ഫാക്ടേഴ്സും, സ്ട്രെസ് കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് ഒട്ടും, വ്യായാമം ഒട്ടും നമ്മൾ നോക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഫക്ട് ചെയ്യുമ്പോൾ മെന്റൽ ഹെൽത്തും ലാക്ക് ഓഫ് സ്ലീപ്പും, ഉറക്കമില്ലായ്മ, മറ്റ് ഓൾറെഡി നമുക്കുള്ള ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ മറ്റു പല ഭക്ഷണങ്ങളും മറ്റു പല മെത്തേഡുകളും കൂടി അതിനെ ആഡ് ഓൺ ആകുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഫുഡ് അലർജി അല്ലെങ്കിൽ ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാവുക. അലർജി എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ആണ്. അതേസമയത്ത് ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ചില പ്രത്യേക സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും, അയ്യോ അത് ശരിയായില്ല വയറിന്. അങ്ങനെയുള്ള സാധനങ്ങള് കൂടെ കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒട്ടും വിട്ടുകളയാത്ത ചില ആൾക്കാരിൽ തക്കാളി അലർജി ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഇൻടോളറൻസ് ആയിട്ടുണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ആള് തക്കാളി തന്നെ പിന്നെ കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ആ ഇൻടോളറൻസ് എന്തിനോടാണ്, അതിനെ ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ടെമ്പററി എങ്കിലും റിമൂവ് ചെയ്യുന്നത്, മീൻസ് ആ മൈക്രോബയോം ബാലൻസ് വരുന്നവരെയെങ്കിലും അല്ലെങ്കിൽ ഹെൽത്തി ഗട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെയെങ്കിലും നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. സോ നോർമലി നമുക്ക് തോന്നുന്നത് ഈ വയറിന്റെ ആരോഗ്യം ശരിയില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ ആസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം, ബ്ലോട്ടിംഗ് പോലെയുണ്ട് സെൻസേഷൻ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് തിരിച്ച് ഒരു ആസിഡ് റിഫ്ലക്സ് ഉണ്ടാവുന്ന പോലെ ആയിരിക്കാം. ഇങ്ങനെയുള്ള കൂടാതെ ഒരു പക്ഷേ കോൺസ്റ്റിപ്പേഷനും പറയുന്നുണ്ടാവാം കംപ്ലൈന്റ്. എന്നാൽ പല ആൾക്കാരിലും ആ പൂവർ ഗട്ട്, ആ ഗട്ട് ഹെൽത്ത് ശരിയല്ലെങ്കിൽ, ആരോഗ്യം ഇല്ലെങ്കിൽ മറ്റ് പല ഇഷ്യൂസിലേക്കും അതെത്തും, ഇൻക്ലൂഡിങ് വെയിറ്റ് ഗെയിൻ, കുടല് ബെല്ലി ഫാറ്റ്, കുടലിൻ്റെ അടുത്ത് ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുക, അതുപോലെ തന്നെ ചിലപ്പോഴ് പെട്ടെന്ന് ബ്രെയിൻ ഫോഗ് എന്ന് പറയും, പെട്ടെന്നൊരു മങ്ങൽ, അല്ലെങ്കിൽ നമുക്ക് ആ കണക്ടിവിറ്റി ഒന്ന് മിസ്സാവുക. അതുപോലെ തന്നെ ആങ്സൈറ്റി പ്രോബ്ലംസ്, എനർജി ലോസ്, ഫാറ്റിക് പെട്ടെന്ന് ഉണ്ടാവുക, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ്, മറ്റ് പ്രശ്നങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട്. സോ നമ്മുടെ ഈ ഗട്ട് ലൈനിങ്ങും അതുപോലെ തന്നെ അവിടെയുള്ള ബാക്ടീരിയാസും അല്ലെങ്കിൽ ആ മൈക്രോബയോമിനെ, ഇതിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. സോ ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ഡൈജഷനെ. നല്ല ഡൈജഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ന്യൂട്രീഷൻ അബ്സോർപ്ഷനും നന്നായിട്ടുണ്ടാവും. ആകെ വയറിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും ഈ ന്യൂട്രീഷൻ അബ്സോർപ്ഷനായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. നർച്ചർ യുവർ ഗട്ട്. അതിന് വേണ്ട രീതിയിൽ പോഷണവും പരിപോഷിപ്പിക്കലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാം യുവർ ബിസി മൈൻഡ്. സ്ട്രെസ് കൂടുന്ന സമയത്ത് അത് രണ്ട് രീതിയിൽ, ഒന്ന് വയറ് ശരിയില്ലെങ്കിൽ സ്ട്രെസ് കൂടും, സ്ട്രെസ് കൂടുതലാണെങ്കിൽ വയറ് ശരിയല്ലാതാവും. നമ്മളൊരു ഹാബിറ്റേഷനിൽ പോകുമ്പോൾ എപ്പോഴും ആ ഒരു സ്ട്രെസ്സറിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇന്ന് മടി കാണിക്കുന്നുണ്ടാവും. നറിഷ് യുവർ ബോഡി ആൻഡ് മൈക്രോബയോം. നറിഷ് യുവർ ബോഡി എന്ന് പറഞ്ഞ ജസ്റ്റ് ഗട്ട് മാത്രമല്ല, ഇതാണ് ശരിക്കും നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗട്ട് ഹെൽത്തിൽ വരുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് നോക്കുകയാണെങ്കിൽ 5R അപ്രോച്ചസ് എന്നാണ് പറയുന്നത്. ഇത് ഒരു ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ചിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ വയറിന്റെ ആരോഗ്യം ഏറ്റവും ബെറ്റർ ആകാൻ പറ്റുക. അതിൽ ഒന്നാമത്തത് റിമൂവ്. എന്താണ് 5Rs എന്നാ പറയുന്നത്? അതിൽ ഒന്നാമത്തെ ആറാണ് റിമൂവ്. എന്താണോ നമ്മുടെ മൈക്രോ ഓർഗാനിസംസിനെ മോശമാക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കോളനിയെ ഇംബാലൻസിൽ എത്തിക്കുന്നത്, അത്
റിമൂവ് ചെയ്യുക. അതൊരു പക്ഷെ നമ്മുടെ ഭക്ഷണമായിരിക്കാം, ചിലപ്പോൾ ചില മെഡിക്കേഷൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഈവൻ ഗ്ലൂട്ടൻ പോലെയുള്ള മീൻസ് ഗോതമ്പിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രത്യേക ഐറ്റമാണ് ഗ്ലൂട്ടൻ. ഈ ഗ്ലൂട്ടൻ പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അപ്പൊ നോർത്ത് ഇന്ത്യയിലേക്കോ തീർച്ചയായിട്ടും അവർ ഒഴിവാക്കേണ്ടി വരും. ആർക്കാണ് പ്രശ്നമുള്ളത്? ഇഷ്യൂ ആർക്കും സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണം ഒഴിവാക്കാൻ ഇപ്പോ നോർത്ത് ഇന്ത്യയിൽ ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല ആൾക്കാരും അവിടെ ദീപാവലി സമയത്ത് 10 ദിവസത്തേക്ക് ഫാസ്റ്റിംഗ് 10 ദിവസത്തേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ആ 10 ദിവസം അറ്റ്ലീസ്റ്റ് അവര് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന ഒരു ഭക്ഷണം ഗോതമ്പാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പോസിബിൾ ആണെങ്കിൽ നമുക്ക് പറ്റില്ലേ? റീപ്ലേസ് എന്താണോ ഇൻഡൈജഷൻ മാലബ്സോർപ്ഷൻ ഉണ്ടാക്കുന്നത് ആ സാധനങ്ങളെ നല്ല കാര്യങ്ങളുമായിട്ട് റീപ്ലേസ് ചെയ്യുക. പ്ലസ് അതിന് റീസൺ മീൻസ് അതൊരു പക്ഷേ നമ്മുടെ എൻസൈംസിന്റെ എന്തെങ്കിലും കുറവുണ്ടായിരിക്കാം. സലൈവ നല്ല പോലെ ദഹനം നടക്കണമെങ്കിൽ നല്ല പോലെ ഉമിനീരുണ്ടാവണം. ഉമിനീരിനകത്തും പല എൻസൈംസും ഉണ്ട്. അതുപോലെ തന്നെ ചില പാൻക്രിയാറ്റിക് എൻസൈംസ് ആണ് നമ്മുടെ ശരിക്കും ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗമുള്ളത്. അപ്പൊ അതിലെന്തെങ്കിലും ബാലൻസ് തെറ്റുന്നതാണെങ്കിൽ അത് അവിടെ റീപ്ലേസ് ചെയ്യാം. റീഇനോക്കുലേറ്റ്. ഇനോക്കുലേഷൻ എന്ന് പറയുന്നത് എന്താ? വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മുമ്പ് പറയാറുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ ഇംബാലൻസ് ചെയ്യിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള പ്രോബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് അവിടെ റീഇനോക്കുലേറ്റ് ചെയ്യുക. തിരിച്ച് അവിടെ നല്ല ബാക്ടീരിയാസിനെ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കൂടുതൽ കൊടുക്കുക. പ്രോബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് അവിടെ കൂടുതൽ ഹെൽത്തി ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസിനെ പ്രൊമോട്ട് ചെയ്യാം. റിപ്പയർ ഇൻറ്റസ്റ്റൈനൽ സെൽസ്. കുടലിനകത്തുള്ള സെല്ലിന്റെ ആരോഗ്യത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്യാം. അത് വില്ലേക്ക് മാത്രമല്ല, ടോട്ടൽ ആ ഒരു ലെയർ, അതുപോലെ തന്നെ നമ്മുടെ എൻട്രിക് നെർവസ് സിസ്റ്റം ഒക്കെ അതിനകത്ത് പെടുന്നതാണ്. ഗട്ട് മ്യൂക്കോസ, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണവും അതുപോലെ തന്നെ ഈ ബാക്ടീരിയയും അതുപോലെ നമ്മുടെ ഈ കുടലിന്റെ സെല്ലും കോശങ്ങളും തമ്മിലുള്ള ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മ്യൂക്കോസൽ ബാരിയർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. അത് ഇമ്മ്യൂണിറ്റിയും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. റീബാലൻസ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണോ ബാലൻസ് തെറ്റിക്കിടക്കുന്നത് അതിനെ തിരിച്ച് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആവശ്യമുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. നോർമൽ ലൈഫ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ച് നല്ല രീതിയിലേക്ക് അതിന് എങ്ങനെ പോകണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് അതിന്റെ അർത്ഥം. മോഡിഫൈ ഓൾ ദ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. അത് സാധാരണ പറയുന്ന 4 പില്ലേഴ്സ് മാത്രമായിട്ട് ഒതുക്കി നിർത്തുകയൊന്നും വേണ്ട. വെള്ളം കുടിക്കുന്നില്ലേ? കുടിക്കാം. എവിടെയാണോ, അതിപ്പോ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് വരുന്നുണ്ട്. എഫക്റ്റീവ്ലി ഡൈജസ്റ്റ് യുവർ ഫുഡ്. ഭക്ഷണം ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാൻ അത് ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾ അന്താളിക്കൊന്നും വേണ്ട. എന്തും കഴിക്കാം നമുക്ക്. എല്ലാം മോഡറേഷനിലാണ്. അപ്പൊ ഈ ഡോനട്ട് കഴിക്കാൻ പറ്റുമോ? അത് ഷുഗർ അല്ലേ, അല്ലെങ്കിൽ അത് മൈദയല്ലേ? ഇറ്റ്സ് ഓക്കെ, ബട്ട് ഡൈജസ്റ്റ് ഇറ്റ് പ്രോപ്പർലി. എങ്ങനെ? ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ഫുഡും ഡൈജഷനും ആയിട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊരു ഡയറ്റിംഗ് അല്ല. നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ അറിഞ്ഞു കഴിക്കുക. അത് നമ്മുടെ ഭക്ഷണമാണ്, അത് നമ്മുടെ ഇന്ധനമാണ്, അത് നമ്മുടെ പോഷണമാണ്. ഇതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ അതിനെ വളരെ നല്ല രീതിയിൽ അറിഞ്ഞു കഴിക്കുക. എത്ര കഴിക്കുന്നുണ്ട്, എപ്പോഴാണ് കഴിക്കുന്നത്, എങ്ങനെയാ കഴിക്കുന്നത്, ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് അതിനകത്ത് പെടുന്നുണ്ട്. സോ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കഴിക്കുമ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ ബൈറ്റും അതിന്റെ ടേസ്റ്റ്, അതിന്റെ ആകൃതി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കളർ, ഫ്ലേവർ ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളെ പറ്റി മനസ്സിലാക്കുക. ദോഷങ്ങളെ പറ്റി മനസ്സിലാക്കി എല്ലാം ഒഴിവാക്കണമെന്നല്ല. ഏത് ഭക്ഷണമായാലും, ഈവൻ നമ്മൾ ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതായാലും പോലും അതിനും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ കൺട്രോൾ ഉണ്ടാവും. നമ്മൾ അത് മനസ്സിലാക്കാതെ കഴിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കൺട്രോൾ തെറ്റുന്നത്. സോ മൈൻഡ്ഫുൾ ഈറ്റിങ്ങിന്റെ വേറൊരു പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം വെള്ളം. എത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. സ്റ്റിൽ അറൌണ്ട് ഒരു 20 കിലോ ഉള്ള വെയിറ്റിന് 1 ലിറ്റർ വെള്ളത്തിനനുസരിച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയല്ല, നമ്മൾ ജീവിക്കുന്ന ക്ലൈമറ്റ്, നമ്മുടെ ആക്ടിവിറ്റി പാറ്റേൺ, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും അത് കൂടാതെ നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുന്നു എന്നുള്ളതും
ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിന്റെ ഒപ്പം വെള്ളം കുടിക്കുന്നത് പൊതുവെ നല്ലതല്ല. എന്നാൽ മരുന്ന് കഴിക്കണം, സപ്ലിമെന്റ് കഴിക്കണം, ഒരു കുഴപ്പമില്ല. ബട്ട് എത്ര കുടിക്കുന്നു എന്നുള്ളത് അവിടെ മനസ്സിലാക്കുക. ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് വെള്ളം കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അത് എൻസൈംസിന്റെ ഡൈല്യൂഷന് വേണ്ടി ഒരുപക്ഷെ കാരണമാവും. മൂവ്മെന്റ് ആൻഡ് എക്സസൈസ്, നല്ലപോലെ അനങ്ങുന്ന, അതിപ്പോ നമ്മുടെ വയറിന്റെ അനക്കം മാത്രമല്ല. ചില ആൾക്കാരുണ്ട് ബെല്ലി ഫാറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ബെല്ലി എക്സസൈസ് മാത്രം ചെയ്യുന്നത്. അങ്ങനെയല്ല. നമ്മുടെ ടോട്ടലുള്ള ആരോഗ്യം നമ്മുടെ ടോട്ടലുള്ള മസ്കുലാർ മൂവ്മെന്റ്സിന് അനുസരിച്ചാണ്. അങ്ങനെ ആ മസ്കുലർ മൂവ്മെന്റ് ശരിയാവണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് എല്ലാ ഭാഗത്തും നമ്മൾ കൊടുക്കണം. സൈക്ലിങ്ങും സ്വിമ്മിങ്ങും ആണ് പൊതുവെ ഈസിലി നമുക്ക് എല്ലാ ഭാഗങ്ങളും മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതിന് എനിക്കിപ്പോ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നട്ടിലിന് സുഖമില്ല, അല്ലെങ്കിൽ കാലിന് സുഖമില്ല, കുഴപ്പമില്ല, ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ. സ്ട്രെച്ച് മീൻസ് നമ്മുടെ കൈയും കാലും സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഇൻ എ ചെയർ. അല്ലെങ്കിൽ അല്പമെങ്കിലും മുട്ടിന് സ്വാധീനം ഉണ്ടെങ്കിൽ നടക്കാൻ പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഹെവി ആയിട്ട് ജിമ്മിൽ പോകണം, ഒന്നും നിർബന്ധമില്ല. എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്? ഒരു 30 to 45 മിനിറ്റ്സ് നമുക്കത് ഒരു വീക്ക്ലി 5 to 6 ഡേയ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ഇത് വയറിന്റെ ആരോഗ്യത്തിന്. സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ. ശരിക്കും സിർക്കാഡിയൻ റിതത്തിനെ പറ്റി നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിർക്കാഡിയൻ റിതം തെറ്റുമ്പോഴും നമ്മുടെ ചില ഹോർമോൺസിന്റെ മെലറ്റോണിനും അതുപോലെ തന്നെ കോർട്ടിസോളും ഇതിന്റെയൊക്കെ പ്രൊഡക്ഷനും അതിന്റെ ടൈമിങ്ങും ഒക്കെ വ്യത്യാസം വരുമ്പോൾ അത് നമ്മുടെ വയറിന്റെ ആരോഗ്യത്തിനെ ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 3-4 സ്ലൈഡിൽ ഓൾറെഡി ഞാനത് പറഞ്ഞു കഴിഞ്ഞു. സോ സിർക്കാഡിയൻ റിതം ഫോളോ ചെയ്യുക, അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണം പാറ്റേണും ഫോളോ ചെയ്യുക. ഇത് രണ്ടും ശരിയാവുമ്പോൾ വയറിന് തീർച്ചയായിട്ടും റിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. പൊതുവെ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ റോഡ് എപ്പോഴാണോ നല്ല ട്രാഫിക് ഉള്ള ഒരു റോഡിൽ റിപ്പയർ വർക്ക് തുടങ്ങേണ്ടത്, ആ സമയത്ത് അറ്റ്ലീസ്റ്റ് ടെമ്പററി എങ്കിലും നമ്മൾ ആ ട്രാഫിക് ബ്ലോക്ക് ചെയ്യും. എന്നാലും മാത്രമേ അവിടെ റിപ്പയർ പോസിബിൾ ആവും, അല്ലെ? നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഭക്ഷണം ദഹിക്കാൻ എടുക്കുന്ന മേ ബി 2 to 6 hours, ആ 6 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയത്തില് നമ്മൾ പിന്നെയും പുതിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ, ഇടതടവില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിനെ അറിയില്ല, അയ്യോ ഇപ്പൊ റോഡ് ബ്ലോക്ക് ഉണ്ട്, പണി മുടക്കണം, അങ്ങനെ റിപ്പയർ ചെയ്യാൻ അവർക്കറിയില്ല. അത് ശരീരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കാതെ നമ്മൾ അതിനൊരു സിർക്കാഡിയൻ പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ ശരീരം സ്വന്തമായിട്ട് ചെയ്തോളും. മെഡിറ്റേഷൻ, ബ്രെയിൻ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശരീരത്തിന്റെ ആകെ തുകയായിട്ടുള്ള ആരോഗ്യത്തിന്. അത് ജസ്റ്റ് വയറിന് മാത്രമല്ല. സ്ട്രെസ് കുറക്കാം. സ്ട്രെസ് കുറക്കുന്നതിലൂടെ കോർട്ടിസോളും അതുപോലെ തന്നെ മറ്റ് ഹോർമോണുകളും കൺട്രോളിൽ ആവും. അപ്പൊ നമ്മുടെ റിയാക്ഷൻ മാറിയിട്ട് പ്രൊയാക്ഷൻ ആവും, റെസ്പോൺസസ് നോർമൽ ആവും. അവിടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള, ഈവൻ എല്ലാവർക്കും പല സിറ്റുവേഷനിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ തിരിച്ച് ആരോഗ്യത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ ഫാസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഭക്ഷണം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ടേസ്റ്റിന് ഒരു പ്രശ്നമില്ല, ടേസ്റ്റിന് വേണ്ടിയിട്ട് കഴിച്ചോളൂ. എന്നാൽ അതിന്റെ ഒന്നിച്ച്, നേരത്തെ മൈൻഡ്ഫുൾ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു, അതിന്റെ ഒന്നിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ ഭക്ഷണം തന്നെയാണ് നമ്മുടെ വയറിനകത്തുള്ള മൈക്രോബയോമിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടോട്ടൽ ഗട്ടിന്റെ ഹെൽത്തിനെ ഈ ന്യൂട്രീഷൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതേ ഫുഡ് മൈക്രോബ്സിനെ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളല്ലാതെ വേറെ ആരാ അവർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുക? ഇൻ കേസ് അങ്ങനെ ഒട്ടും നമ്മൾ അതിനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഈ അൺഹെൽത്തി ബാക്ടീരിയ വളരെ കൂടുകയും ചെയ്യും. അത് ഈവൻ നമ്മുടെ ശരീരത്തിനെ പോലും അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. അവിടെയാണ് അത് പാത്തജൻ ആവുന്നത്. സോ പ്രധാനപ്പെട്ട ചില ന്യൂട്രീഷണൽ പാർട്ട് നോക്കുകയാണെങ്കിൽ, ഒന്ന് വെജിറ്റബിൾ പ്രോട്ടീൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു മീറ്റിനെ പറ്റി. ടെമ്പററി ബേസിസിലെങ്കിലും നമ്മൾ ഈവൻ നമ്മുടെ പാലും പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മീറ്റും മീറ്റ് പ്രോഡക്ട്സും അല്ലെങ്കിൽ നോൺ വെജ് പ്രോഡക്ട്സും ഒരു മേ ബി 7 to 10 days പ്രോഗ്രാമിലൊക്കെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ട് ആൾക്കാരിൽ ആ ഒരു വ്യത്യാസം കാണാറുണ്ട്. സോ വെജിറ്റബിൾ പ്രോട്ടീൻ ആണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം. രണ്ടാമത്തത് പ്ലാന്റ് ബേസ് ആയിട്ടുള്ള സെല്ലുലോസും മറ്റു ഫൈബർ കണ്ടന്റ്സും. നോൺ വെജ് പ്രോഡക്ട്സിൽ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഫൈബർ കണ്ടന്റ്സ്. സോ ഫൈബർ കണ്ടന്റ്സ് കൂടിയ സാധനങ്ങൾ നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ നോർമൽ ലൈഫിലും ഇറ്റ്സ് ഓക്കെ, അത് വേണ്ടതാണ്. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളായിട്ട് നമ്മൾ പ്രോട്ടീനും മറ്റ് സാധനങ്ങളും, പ്ലാന്റ് ഐറ്റംസും മറ്റ് സാധനങ്ങളും ഈവൻ തവിടിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ,
അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളും കൂടി ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒമേഗ 3 ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് നമ്മുടെ മൈക്രോബയോം ഉണ്ടാക്കും. പക്ഷെ മൈക്രോബയോമിന്റെയും അതുപോലെ തന്നെ ഈ ഒരു ഗട്ട് ഫ്ലോറ അതിന്റെ ടോട്ടലുള്ള ആരോഗ്യത്തിനും ഒമേഗ 3 വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈബർ ഇപ്പൊ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു ഫൈബറിനെ പറ്റിയിട്ട്. ഫൈബർ തന്നെ 2 തരത്തിലുള്ള ഫൈബർ ഉണ്ട്. ഒന്ന് സോലുബിൾ ഫൈബർ, രണ്ടാമത്തത് ഇൻസോലുബിൾ ആയിട്ടുള്ള ഫൈബർ. സോ സോലുബിൾ ഫൈബറിനെയാണ് ഫെർമെന്റ് ചെയ്തിട്ട് ഈവൻ ബാക്ടീരിയ ഫുഡാക്കി മാറ്റുന്നത്. ഇൻസോലുബിൾ ഫൈബർ ഫെർമെന്റ് ചെയ്താലും അതിനെ ആ ഒരു ലെവലിലേക്ക് മീൻസ് അവരുടെ ഭക്ഷണമായിട്ട് പൂർണ്ണമായിട്ട് അതിനെ മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ടെമ്പററി ബേസിസിൽ നമ്മുടെ ഫീക്കൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട്, മലം മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വേസ്റ്റ് പ്രോഡക്ട്സിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് അത് കൂടുതൽ ഈസിയാണ്. വൈറ്റമിൻ ഡി ടെസ്റ്റുകൾ ഇപ്പൊ അടുത്തിടെ ആയിട്ട് വളരെ കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ ഇത്രയും വെയിലുണ്ടായിട്ട് ഇന്ത്യയിൽ തന്നെ വൈറ്റമിൻ ഡി ആണ് വളരെ കുറവെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. തീർച്ചയായിട്ടും ഇതിന്റെ അവസ്ഥ എന്താ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ ടോട്ടൽ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പല ഹോർമോൺ പ്രൊഡക്ഷൻസും എൻസൈം പ്രൊഡക്ഷൻസും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കിഡ്നി ഹെൽത്തിന് വേണ്ടിയിട്ട്, ലിവർ ഹെൽത്തിന് വേണ്ടിയിട്ട്, ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട്, ഹേർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ് ഈ വൈറ്റമിൻ. വൈറ്റമിൻ ഡി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറോൾ ആണ്, കൊളസ്ട്രോളിന്റെ ഒരു ഭാഗമാണ്. അവിടെ നിന്നാണ് അതിന്റെ പ്രൊഡക്ഷൻ വരുന്നത്. എന്നാൽ അതിനുശേഷം അത് ബയോ ആക്റ്റീവ് ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പല ചെയിൻസും ഉണ്ട്, പല റിയാക്ഷൻസും ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻസ്. ഈ റിയാക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുമ്പോൾ വൈറ്റമിൻ ഡി ശരീരത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും, പ്രത്യേകിച്ച് വയറ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ എന്ന് വേണമെങ്കിൽ പറയാം. ചില സമയത്തൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സർക്കാഡിയൻ റിതം ഫോളോ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണവും ഉറക്കവും നമ്മൾ ആ ഒരു പാറ്റേൺ അനുസരിച്ച് സൂര്യന്റെ പാറ്റേണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യാന്നുള്ളത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതിൽ നമുക്ക് വേണമെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇൻഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല, ടെമ്പററി ആയിട്ടും നമ്മുടെ ശരീരത്തിന് ഒരു ഗ്യാപ്പ് കൊടുക്കുക ഭക്ഷണത്തിന്റെ. ഇത് ശരീരത്തിൽ കൊടുക്കുന്ന ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലാർ ഫങ്ഷൻസിനെ വളരെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഓട്ടോഫാജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യും. കൺട്രോൾഡ് വേയിൽ ഓട്ടോഫാജി നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും. ഓട്ടോഫാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അതിനെ റിമൂവ് ചെയ്യാൻ, മീൻസ് അത് പോയിസണസോ അല്ലെങ്കിൽ വേസ്റ്റോ ആവുന്ന സമയത്ത് അതിനെ റിമൂവ് ചെയ്യാൻ ശരീരം തന്നെ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. ഒരു കോശം മറ്റൊരു കോശത്തിന് വിഴുങ്ങുന്നു എന്ന് വേണമെങ്കിൽ വളരെ സിമ്പിൾ സെന്റൻസിൽ പറയാം. എവിടെയാണോ അൺവാണ്ടഡ് ഗ്രോത്ത് ഉണ്ടാവുന്നത്, എവിടെയാണോ അൺവാണ്ടഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുന്നത്, അവിടെയൊക്കെ ഈ ഒരു സെല്ലുലാർ ജങ്ക് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മാലിന്യ പദാർത്ഥങ്ങൾ കൂടി ചേരുന്നുണ്ടാവും. നമ്മളൊരു റൂമിൽ കയറി ചെല്ലുന്ന സമയത്ത് ആ റൂമില് വളരെ വൃത്തിയുള്ള ഒരു റൂമാണ്, അടിപൊളി നല്ല രീതിയിലുള്ള ഒരു റൂം. അപ്പൊ നമ്മള് കയറി ചെല്ലുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പോക്കറ്റിൽ അറിയാതെ കൈയിട്ടു അവിടെ ബസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഈ ടിക്കറ്റ് നമ്മൾ എവിടെ കളയും? നമ്മളൊരു ഡസ്റ്റ്ബിൻ അന്വേഷിക്കും, അല്ലെങ്കിൽ തിരിച്ചു പോക്കറ്റിൽ തന്നെ നടും. അതേസമയത്ത് അതേ റൂമിൽ തന്നെ ഒരു കോർണറിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്, ബാക്കിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. ഒരു കോർണറിൽ മാത്രം കുറച്ച് വേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ആ ഒരു ചവറ്റുകൊട്ടയിലോ അല്ലെങ്കിൽ ആ ഒരു ഡസ്റ്റ്ബിനോ മീൻസ് മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നിടത്ത് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ആക്യുമുലേറ്റ് ചെയ്യും. ഇതുപോലെ അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ വേർതിരിച്ച് അതിനെ ഒഴിവാക്കി കളയേണ്ടത് ആവശ്യമാണ്. അതിനെ ഓട്ടോഫാജി ഹെൽപ്പ് ചെയ്യും. അതിന് ശരീരത്തിന് സമയം കൊടുക്കുന്ന ഒരു മെത്തേഡായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാറുന്നുണ്ട്. സോ അതിന് ബോഡിക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുക്കണമെന്ന് മാത്രം. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇവിടെ ഇനിയും അഡീഷണൽ ആയിട്ടും അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നമുക്ക് സംസാരിക്കാൻ പറ്റും. വളരെ ക്രിസ്പായിട്ട് എന്തുകൊണ്ട് ആവശ്യം, അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ ഗട്ടിന്റെ മൈക്രോബയോം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് എന്തൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നു, അതൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു ആൻഡ് ബാക്ക് ടു